കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ കന്നഡ സംവരണം. സ്വകാര്യ സ്ഥാപനങ്ങളിൽ കർണാടക സ്വദേശികൾക്ക് സംവരണം നൽകുന്ന ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. 50% മാനേജ്മെന്റ് പദവികളിലും 75 നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡിഗരെ നിയമിക്കണമെന്നാണ് ബില്ലിലെ ശുപാർശ. അതിനെ സ്വകാര്യ മേഖലയിലെ സംവരണ ബില്ലിനെ കുറിച്ചുള്ള എക്സ് പോസ്റ്റ് പിൻവലിച്ച് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. വ്യവസായ സമൂഹത്തിൽ നിന്ന് കടുത്ത എതിർപ്പുയർന്നതോടെയാണ് എക്സ് പോസ്റ്റ് പിൻവലിച്ചത്. അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ ചെയ്യുന്നു. അരുൺ പൂപ്പറമ്പ, ഈ സ്വകാര്യ മേഖലയടക്കം ഈ തദ്ദേശീയർക്ക് വലിയ പ്രാമുഖ്യം നൽകുമ്പോൾ അത് വലിയ ജോലി സാധ്യതകളടക്കം വലിയൊരു കോൺസിക്വൻസ് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന കാര്യം കൂടിയാണ് മറ്റ് സംസ്ഥാനക്കാരെ സംബന്ധിച്ച്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ, ബില്ലിന്റെ ഉള്ളടക്കം? സുഹൈൽ, തീർച്ചയായും നമുക്കറിയാം കർണാടകയിലെ സ്ഥിതി. അതായത് കർണാടകയിലെ സ്വകാര്യ മേഖലയിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതര സംസ്ഥാനത്തുനിന്നുള്ള ജോലിക്കാരാണ് കൂടുതൽ ഇവിടെ എത്തി ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ബംഗളൂരുവിൽ ഉൾപ്പെടെ ഈ IT മേഖലയിലൊക്കെ മലയാളികൾ ഉൾപ്പെടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി പേർ ഇവിടെ എത്തി ജോലി ചെയ്യുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ ബില്ല്, അല്ലെങ്കിൽ ഇത് നടപ്പിലായാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരം ഒരു ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയതിന് പിന്നാലെ തന്നെ വലിയ പ്രതിഷേധം അല്ലെങ്കിൽ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ഉയരുന്നുണ്ട്. അത് ഈ വ്യവസായ സംഘടനകൾ, അതോടൊപ്പം തന്നെ ഈ IT മേഖലയിലെ വിദഗ്ധർ ഉൾപ്പെടെ സർക്കാരിനെതിരെയുള്ള വിമർശനം അവർ പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പ്രധാനമായും പറയുന്നത് ഇത് പ്രായോഗികമല്ല എന്നതാണ്. ഈ ബില്ലിൽ പറയുന്നത്, അതായത് മാനേജ്മെന്റ് തലത്തിൽ 50%, നോൺ മാനേജ്മെന്റ് 75% സംവരണം, കന്നഡ സംവരണമാണ് ഈ ബില്ലിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഈ സ്വീപ്പർ അതോടൊപ്പം ഉള്ള തസ്തികയിലേക്ക് മുഴുവൻ, അതായത് 100% കന്നഡ സംവരണം നൽകണം എന്ന തരത്തിലാണ് ഈ ബില്ലിൽ പരാമർശമുള്ളത്. സ്വാഭാവികമായും അങ്ങനെ അത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകും എന്ന മാത്രമല്ല, ഇത് എത്രത്തോളം കന്നഡ ജോലിക്കാരെ വെച്ച് മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. നിലവിലെ സ്ഥിതി അനുസരിച്ച് കമ്പനികളിലെല്ലാം കന്നഡിഗരേക്കാൾ കൂടുതൽ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിൽദാതാക്കളും ജോലിക്കാരുമാണ് ഉള്ളത്. അതെങ്ങനെ ഈ കമ്പനികളുടെ മുന്നോട്ട് പോക്കിന് വലിയ തൊഴിൽ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വ്യവസായ സംഘടനകളും അതോടൊപ്പം തന്നെ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ ഇത് പുനഃപരിശോധിക്കാനുള്ള ഒരു ആലോചനയിലേക്ക് കടക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കൂടുതൽ ചർച്ചകൾക്ക് ഇത് വിധേയമാകും. സംഘടനകളുമായി സ്വകാര്യ മേഖലയിലടക്കം ഈ മാനേജ്മെന്റ് തസ്തികളടക്കം കന്നഡ സംവരണം നടപ്പാക്കുമ്പോൾ ഇതര സംസ്ഥാനത്ത് നിന്ന് ജോലി തേടുന്നവരെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.